ഹലോ ഗെയ്സ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. ഇപ്പോൾ ഇതാ നല്ല മഴയാണ്. അപ്പോൾ അതുപോലെ തന്നെ മഴക്കാലമല്ലേ, അപ്പോൾ ഇനിയും നല്ല മഴയും മഞ്ഞൊക്കെയാണ്. പക്ഷേ ഇവിടെ കുറച്ച് മഴ കൂടുതലാണ്. നമ്മളിവിടെ ഹിൽസ് ഏരിയയല്ലേ, നീലഗിരി, ഊട്ടി നീലഗിരി അല്ലേ. അപ്പോൾ എല്ലായിടത്തെക്കാട്ടിലും ഇച്ചിരി തണുപ്പും മഴയും എല്ലാം കൂടുതലാണ് ഇവിടെ. അപ്പോൾ രാവിലെ എണീക്കാനായിട്ട് ചെറിയൊരു മടിയൊക്കെയാണ്. എന്നാലും മോൾക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് നേരത്തെ എണീറ്റേ പറ്റൂ, ചേട്ടായിക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് എണീക്കാൻ മാത്രം സ്റ്റാർട്ടിങ് ട്രബിൾ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പണികളൊക്കെ ചിലപ്പോൾ നടപ്പിക്കോളും. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നല്ല മഞ്ഞും കോടയും മഴയും എല്ലാം കൂടെ തണുപ്പും നല്ല കാറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ചെടികളും രാവിലെ എണീറ്റിട്ടൊന്ന് പോയി നോക്കാൻ ഓർത്തു. അപ്പോൾ ആ ചെടികളോ ചീഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല ഫ്രഷായിട്ട് വെച്ച പോലെ തന്നെ ചെടികളെല്ലാം അതാ പൂവിട്ട് നല്ല സുന്ദരികളായി വരുന്നുണ്ട്. ഇനിയൊരു 1 മന്തൊക്കെ ആകുമ്പോഴത്തേനും ഫുള്ളായിട്ട് ഉണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇതെല്ലാം ചെറിയൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാമെന്ന് ഓർത്തു. അപ്പോൾ അതാ മോനും ചേട്ടായൊന്നും എണീറ്റിട്ടില്ല. അപ്പോൾ അവർ എണീക്കണ മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇന്ന് രാവിലത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ പുട്ടാണ്. പുട്ടും ചെറുപയർ കറിയാണ്. അപ്പോൾ അത് പുട്ട് നല്ല ചൂടുള്ള പുട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുപയർ കറിയും പിന്നെ ചേട്ടായിക്കും മോൾക്കും ചോറും കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ പയർ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ മോൾക്ക് കിഴങ്ങ് വറുത്തത്. അത് പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, കിഴങ്ങ് വറുത്തത് മസ്റ്റാണ്. അപ്പോൾ കിഴങ്ങ് വറുത്തതുണ്ട്. അപ്പോൾ ചോറെല്ലാം ആക്കി എല്ലാം കറിയിലൊക്കെ ആക്കുമ്പോഴത്തേനും ചിലപ്പം അപ്പുക്കുട്ടൻ നേരത്തെ എണീക്കും, അല്ലെങ്കിൽ പിന്നെ മോള് പോയി കഴിഞ്ഞിട്ടായിരിക്കും അപ്പുക്കുട്ടൻ എണീക്കുക. അപ്പുക്കുട്ടൻ എണീക്കുകയാണെങ്കിൽ പിന്നെ ചേട്ടായി ഉണ്ടെങ്കിൽ ചേട്ടായി അവൻ്റെ കാര്യങ്ങളൊക്കെ ഒരാൾ നോക്കിക്കോളും. പിന്നെ ബാത്റൂമിൽ കൊണ്ടുപോകലും പല്ല് തേപ്പിക്കൽ പിന്നെ ഞാനാണ്. പിന്നെ പല്ലൊക്കെ തേപ്പിച്ച് പിന്നെ ഇവർ പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിക്കാറുള്ളൂ കേട്ടോ. മോളൊക്കെ പോയി കഴിഞ്ഞ് മോളൊക്കെ റെഡിയാക്കി വിട്ട് കഴിഞ്ഞതിന് ശേഷം മോൾക്കാണെങ്കിൽ എണീറ്റ് പാട് നല്ല മടിയാണ് പോകാനായിട്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ രാവിലെ എണീറ്റ് പിന്നെ അവളെ വാശിയായിരുന്നു, പിന്നെ റെഡിയാക്കി. അത് കഴിഞ്ഞപ്പം ചേട്ടാ ഒരു പുതിയൊരു അംബ്രല്ല മേടിച്ചിട്ടുണ്ട് ഷൂട്ടിങ്ങിന് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ആ കുട കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായി. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കറക്കി കാണിച്ചു തരാമെന്ന് ഓർത്തു. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞ് മോളും പോയി, ചേട്ടായും പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അപ്പുക്കുട്ടനും ഞാൻ അവർ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങളുടെ കലാപരിപാടികളൊക്കെ. പിന്നെ അപ്പുക്കുട്ടനെ ഇച്ചിരി ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യാമെന്ന് ഓർത്തു. അവനിപ്പോൾ ഫിസിയോതെറാപ്പി തണുപ്പൊക്കെ അല്ലേ ചെയ്യുമ്പോഴത്തേനും അവന് ഇടയ്ക്കൊരു എന്താണെന്ന് പറയുക, ഒരു മടിയാണ്. വേദന കൊണ്ടോ അതുകൊണ്ടൊന്നുമല്ല, അവനിങ്ങനെ കിടന്ന് സിനിമ കണ്ടുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവന് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യാൻ വിളിക്കുമ്പോഴത്തേനും ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ എന്നാലും വേണ്ടില്ല, കുറച്ചൊരു ടച്ചിങ്സ് മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് കൊടുക്കാമെന്ന് ഓർത്ത്. കയ്യിൻ്റെയൊക്കെ ഭയങ്കര തണുപ്പായതുകൊണ്ട് എല്ലാം സ്റ്റിഫായിട്ടുണ്ട് കൈയൊക്കെ. അപ്പം അവന് വാശിയൊക്കെ കരച്ചിലൊക്കെ കാണിക്കും. നമ്മളതൊന്നും കാര്യമാക്കുകയില്ല, നമ്മളത് കാണാത്ത പോലെ നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ട് കയ്യും കാലിൻ്റെയും മാത്രം ഒരു മൂവ്മെൻറ്റ്സ് മാത്രം ചെയ്യിച്ചിട്ട്. കൈയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, കൈ ആദ്യം നല്ല എപ്പോഴും ഫിസിയോതെറാപ്പി ചെയ്യുന്നതുകൊണ്ട് കയ്യിനും കാലിനും അത്ര ഒരു ഇതില്ല, പിന്നെ ടൈറ്റായിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാം ടൈറ്റാവും, കയ്യും കാലും എല്ലാം ടൈറ്റാവും. അപ്പോൾ ഇടയ്ക്ക് കുറച്ചൊന്ന് ഫിംഗേഴ്സൊക്കെ ഒന്ന് മൂവ്മെൻറ്റ്സ് ചെയ്ത് കൊടുക്കണം കാലിൻ്റെയൊക്കെ. അല്ലെങ്കിൽ കയ്യിൻ്റെ പാദം വന്നിട്ട് അവരിങ്ങനെ ചെരിഞ്ഞ് വരികയാണ്. അപ്പോൾ ഫിസിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് വരികയാണ്. അപ്പോൾ അത് ഒന്ന് ചെയ്ത് റെഡിയാക്കണം. പക്ഷേ ചെയ്യുമ്പോഴത്തേനും അവന് കരച്ചിലാണ്. അവന് വേദന കൊണ്ടുള്ള കരച്ചിലൊന്നുമല്ല, അവനെന്താണെന്ന് വെച്ചാൽ പിന്നെ മടിയാണ് അവൻ്റെ മെയിൻ പ്രശ്നം. അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും തമാശയൊക്കെ പറയുമ്പോഴത്തേനും ചിരിക്കും ആൾ. എന്നിട്ട് പിന്നെ അതൊക്കെ ചെയ്യിച്ച് ഫിംഗേഴ്സിൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ ചെയ്യിച്ച്. ബ്ലഡ് സർക്കുലേഷൻ്റെ പ്രോബ്ലം ആണല്ലോ, നടക്കണോ ഒന്നുമില്ലല്ലോ. അപ്പം അത് ഈ സിറ്റിങ് മാത്രമല്ലേ, അപ്പോൾ ആ ബ്ലഡ് സർക്കുലേഷൻ ഫോം ആകാത്തതുകൊണ്ടാണ് സ്റ്റിഫ്നെസ് കൂടുതലാവുന്നത്. കയ്യിൻ്റെയൊക്കെ ചുരുട്ടിപ്പഴുത്തൊക്കെ പിന്നെ എന്തെങ്കിലും കയ്യിൽ പിടിക്കാനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിടിച്ചുകൊണ്ട് തന്നെ ഇരുന്നോളും. അപ്പം മോള് പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഈ പരിപാടികളൊക്കെ. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ റെഡിയാകും. അത് കഴിഞ്ഞിട്ട് പിന്നെ